ചേരുന്നുണ്ട്. അനന്തൻ, സമാനമായ സംഘർഷം തന്നെയാണ് ഇപ്പോൾ സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പ്രവർത്തകരെ. ആര്യ, കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഇപ്പോൾ വലിയ സംഘർഷം നടക്കുകയാണ്. SFI പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകരുണ്ട് ഈ ക്യാമ്പസിനുള്ളിൽ. അവർ ഈ പ്രധാന കവാടത്തിന്റെ ആ പ്രധാന വാതിൽ അത് തള്ളി തുറന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനാണ് പോലീസ് തടയിടുന്നത്. ആ പ്രധാന വാതിലിന് മുന്നിൽ, കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്ന പ്രധാന വാതിലിന് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബലപ്രയോഗം നടക്കുന്നു. തടഞ്ഞപ്പോൾ SFI പ്രവർത്തകരെ തടഞ്ഞപ്പോൾ പോലീസിനെതിരെ പ്രകോപനപരമായ ഒരു നീക്കമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇപ്പോഴും അവിടെ പോലീസുമായിട്ട് വലിയ തർക്കങ്ങളും ബഹളങ്ങളും ബലപ്രയോഗവും നടക്കുകയാണ്. ആ വാതിലിന് മുന്നിൽ നിന്ന് പ്രവർത്തകരെ നീക്കം ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിനൊപ്പം തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടി വലിയ പോലീസിന്റെ ബസ്സും ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ആ ബസ്സിലേക്ക് പ്രവർത്തകരെ കയറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് പ്രതിരോധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇതിനിടയിൽ പോലീസ് ലാത്തികൊണ്ട് പ്രവർത്തകരെ തള്ളി നീക്കാനും ഇവിടെ നിന്ന് മാറ്റാനുമുള്ള ശ്രമം നടത്തി. പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല. ഇപ്പോഴും നൂറുകണക്കിന് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഗവർണർക്കെതിരെയും VC-ക്കെതിരെയും കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. നേരത്തെ സർവകലാശാലയുടെ പ്രധാന വാതിൽ, ആ കവാടം, ആ ഗേറ്റിന് മുന്നിൽ പോലീസ് വലിയ ബാരിക്കേഡൊക്കെ വെച്ച് പ്രവർത്തകരെ തടയാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. നഗരത്തിലെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് വിന്യസിച്ചിരുന്നു. പക്ഷേ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മറ്റ് ഗേറ്റുകളിലൂടെ, പുറത്തേക്ക് കടക്കാവുന്ന മറ്റ് ഗേറ്റുകളിലൂടെയും മതിൽ ചാടിയുമൊക്കെയാണ് SFI പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് ഈ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നെത്തിയത്. വരാന്തയുടെ പല ഭാഗങ്ങളിൽ SFI പ്രവർത്തകർ തമ്പടിച്ചിരുന്നു. അവിടെയെല്ലാം പ്രതിഷേധം ചിതറി നിന്നപ്പോൾ പോലീസിനത് പ്രതിരോധിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പിന്നീട് ഈ പ്രവർത്തകർ, പല ഭാഗത്തു നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ ഈ പ്രധാന വാതിലിന്റെ മുന്നിലേക്ക് തന്നെ എത്തി. ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രധാന കെട്ടിടത്തിന്റെ വരാന്തയിൽ SFIയുടെ വലിയ പ്രതിഷേധം നടക്കുന്നു. വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറാനാണ് പ്രവർത്തകർ ഇപ്പോഴും ശ്രമിക്കുന്നത്. അത് തടയാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വലിയ ബലപ്രയോഗത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അവിടെ ഒരു ചെറിയ സ്ഥലമാണ്, ആ വരാന്തയിലും അവിടെ ഒരു ഇടനാഴിയാണ്. ആ ഇടനാഴിയിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ വലിയ ബലപ്രയോഗം നടക്കുന്നു. അവിടെ നിന്നു തിരിയാൻ ഇടമില്ലാത്ത രീതിയിൽ വിദ്യാർത്ഥികൾ അതിനുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് പ്രവർത്തകരെ അനുനയിപ്പിച്ച് പോലീസ് പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ വാതിലിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ താഴേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയിരിക്കുന്നു. പോലീസിനോട് ആദ്യം പ്രതിരോധം തീർത്ത SFI പ്രവർത്തകർ ഇപ്പോൾ ആ പ്രതിരോധം അവസാനിപ്പിച്ച് ആ വരാന്തയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ആശങ്കയുടെ സ്ഥിതി ഇപ്പോൾ മാറിയിരിക്കുന്നു. അവിടെ ഇനിയും പ്രവർത്തകരുണ്ട്. അവരെ കൂടി അനുനയിപ്പിച്ച് പ്രധാന നേതാക്കളെല്ലാം, ജില്ലാ നേതാക്കളടക്കം ഇപ്പോൾ പ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് അനുനയിപ്പിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ് പോലീസ്. ആദ്യം പോലീസ് അതിന് ശ്രമിച്ചുവെങ്കിലും പോലീസിന്റെ ഷീൽഡടക്കം പിടിച്ചു വാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പിന്നീട് ലാത്തി വീശാനും ശ്രമിച്ചിരുന്നു പോലീസ്. ഇപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിച്ച് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് പോലീസ്. നേരത്തെ ഉള്ളതെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പ്രവർത്തകർ കൂടുതലും പിരിഞ്ഞു പോയിട്ടുണ്ട്, അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വാതിലിന് മുന്നിൽ നിൽക്കുന്ന കുറച്ചുകൂടി പ്രവർത്തകരുണ്ട്. അവരെ കൂടി ഇപ്പോൾ അനുനയിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് മാറ്റാനാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ ഗവർണർക്കെതിരെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള രാജ്ഭവന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പക്ഷേ പോലീസിന് പ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോഴും കുറേയധികം പ്രവർത്തകർ അവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. പിരിഞ്ഞു പോയ പ്രവർത്തകർ വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ്. പിരിഞ്ഞു പോയ പ്രവർത്തകർ വീണ്ടും അതേ ഭാഗത്തേക്ക്, അതേ സ്ഥലത്തേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. മടങ്ങി വരുന്നു എന്ന് വേണം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ.
പ്രവർത്തകരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ. അതിന് വഴങ്ങുമോ SFI പ്രവർത്തകർ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇന്നലെയും കേരള സർവകലാശാല സംഘർഷഭരിതമായിരുന്നു. ആ രീതിയിലുള്ള സമരമാണ് ഇന്നലെ SFIയുടെ ഭാഗത്തു നിന്ന് കേരള സർവകലാശാലയിൽ കണ്ടത്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ്. ഇവിടെ പോലീസ് ഒന്ന് സമന്വയത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രവർത്തകർ. ഒരു വനിതാ പ്രവർത്തകയ്ക്ക് ഈ സമരത്തിനിടെ, ഈ പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണിട്ടുണ്ട് ഒരു വനിതാ പ്രവർത്തക. അവർക്ക് വെള്ളം നൽകാൻ ശ്രമിക്കുകയാണ്. അവരെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഒരു വനിതാ പ്രവർത്തക ഇപ്പോൾ അവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ്. അവർ അവശയായി വീണ സമയത്താണ് ഇപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റുന്നത്. പ്രവർത്തകർ പക്ഷെ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനന്തൻ, പോലീസ് പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണോ ഇപ്പോഴും? തീർച്ചയായിട്ടും ആര്യ, അവിടെ പോലീസ് അനുനയ ശ്രമങ്ങളിലേക്ക്, ബലപ്രയോഗത്തിന്റെ സ്ഥിതി മാറി അനുനയ ശ്രമത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അവിടെ നിന്ന് പ്രവർത്തകരെ താഴേക്ക് പിന്തിരിപ്പിച്ചിറക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ ഒരു പറ്റം വിദ്യാർത്ഥികൾ, SFI പ്രവർത്തകർ അവിടെ തമ്പടിച്ചു നിൽക്കുകയാണ്. അവരവിടെ മുദ്രാവാക്യം വിളിച്ച് വീണ്ടും അവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പോലീസ് അവരെ താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിലാണ് ഒരു പ്രവർത്തകയ്ക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ആ ബഹളത്തിനിടയിൽ അവിടെ തിക്കും തിരക്കുമായിരുന്നു. ആ തിക്കും തിരക്കിലും പെട്ടാണ് ഒരു പ്രവർത്തകയ്ക്ക് ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. അവരെ അവിടെ നിന്ന് മറ്റ് വിദ്യാർത്ഥികൾ ചേർന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോഴും ആ കവാടത്തിലേക്കുള്ള പ്രധാന കെട്ടിടത്തിന്റെ പടിക്കെട്ടുകളിൽ നിന്നുകൊണ്ട് SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബലപ്രയോഗത്തിന്റെ അന്തരീക്ഷം ഇപ്പോൾ അവിടെയില്ല. കുറച്ച് പ്രവർത്തകരെ അന്വയിപ്പിച്ച് താഴേക്ക് ഇറക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കൂടി അവരുടെ ആവശ്യം സർവകലാശാലയുടെ VCയുടെ ഓഫീസ് മുറിക്കുള്ളിലേക്ക് കടന്ന് ചെല്ലണം എന്നുള്ളതാണ്. ആ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. വാതിൽ തള്ളി തുറക്കാനും അത് ബലമായിട്ട് അതിനുള്ളിലേക്ക് കയറാനും SFI പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് അവിടെ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടായത്. അത് പോലീസ് തടഞ്ഞു. പോലീസുമായി ബലപ്രയോഗമുണ്ടായി. ഒരു ഘട്ടത്തിൽ പോലീസിന് ലാത്തി ഉപയോഗിക്കേണ്ട, അതായത് ലാത്തി ചാർജ് അല്ല, ലാത്തി വെച്ച് ബലം പ്രയോഗിച്ച് വിദ്യാർത്ഥികളെ നീക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ കവാടത്തിന്റെ മുന്നിൽ, ആ പടിക്കെട്ടുകളിൽ, ആ വരാന്തയിൽ, ആ ഇടനാഴിയിൽ പ്രവർത്തകർ തിങ്ങി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ വാതിലിന്റെ മുന്നിൽ പോലീസ് പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക്, ആ വാതിലിന് കേടുപാട് വരുത്തിയ ഉള്ളിലേക്ക് പ്രവർത്തകർ തിരിക്കാനുള്ള മുൻകരുതൽ പോലീസ് എടുത്തിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം സിറ്റി DCP അടക്കം ഉള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ സിറ്റി പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാരടക്കമുള്ള പോലീസിന്റെ വലിയ വിന്യാസം തന്നെ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തുണ്ട്. ഇപ്പോൾ ആ വിദ്യാർത്ഥി, നേരത്തെ ദേഹാസ്വാസ്ഥ്യം സംഭവിച്ച ആ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസിന്റെ ജീപ്പ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊപ്പം അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പ്രതിഷേധം അതിൻ്റെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. വൈസ് ചാൻസലർക്കെതിരെയും ഗവർണർക്കെതിരെയുമാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം. വൈസ് ചാൻസലറുടെ ഇല്ല. വൈസ് ചാൻസലർ നേരത്തെ വരും വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ SFI നീങ്ങുന്നത്. ഗവർണർക്കെതിരെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം വിളികളുമായി വ്യാപകമായ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തുനിന്ന്. കണ്ണൂർ സർവകലാശാല, ഇപ്പോൾ കേരള സർവകലാശാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് പാടുപെടുകയാണ്.